ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ ഒരു ന്യൂസും സംഭവമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബർ കാറിൽ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ, നമ്മുടെ എന്താ പറയുക, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് റോട്ടിൽ കൊണ്ട് ഓടിച്ച പരിപാടി നിങ്ങൾ കണ്ടായിരിക്കും. ചിലപ്പോൾ കുറേ പേരൊക്കെ ആളുടെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് ശരിക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും പിടിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസ് 1 ഇയറിലേക്ക് റദ്ദാക്കാനും അതുപോലെ തന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനൊക്കെയാണ് ഇപ്പം തീരുമാനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സാമൂഹിക സേവനം 1 വീക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മൂവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ കോപ്രായം കാണിക്കുന്ന കുറെ പേരുണ്ട്. ഇത് കാണാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ കോപ്രായം കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ ആവേശം സിനിമയിൽ നമ്മുടെ ലോറിയിൽ സ്വിമ്മിംഗ് പൂള് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആ സാധനം ശരിക്കും കോപ്പി പിടിച്ചുണ്ടാക്കിയാണെന്ന് തോന്നുന്നുണ്ട്. അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മൂവ് തന്നെയാണ് നമുക്ക് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന്. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആൾക്കാർക്ക് വേണ്ടോ? ഇങ്ങനത്തെ ലോക്കൽ കൂതറ സാധനങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നടക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ട. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ സഞ്ജു ടെക്കി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേക്കണെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ എനിക്ക് തോന്നുന്നത് ഓൾഡ് വീഡിയോസിലൊക്കെ ആൾ ടെക് വീഡിയോസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തപ്പോൾ വ്യൂസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ അവരൊക്കെ അഭിപ്രായം കാണിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും വ്യൂസ് കിട്ടുന്നുണ്ടാവുക. അതാണ് ഈ സംഭവം ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ വ്യൂവേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടാണല്ലോ. ഇപ്പൊ ഇവരെ ഫുള്ളി കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയുന്നതാണോ, നമ്മൾ ഓൾറെഡി ഫൈനാൻസിന്റെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോൾ എന്റെ മാത്രമല്ല, മെയിൻ ആയിട്ടുള്ള ടെക് ചാനൽസും അതുപോലെ തന്നെ ഫൈനാൻസ് അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ കണ്ടന്റ്സ് നോളജുകൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വ്യൂസും സംഭവമൊന്നുമില്ല. അതിന് പകരം വീട്ടിലത്തെ കാര്യങ്ങൾ നടത്തുന്നത്, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് അത് പോയി കാണിക്കുക, ഡെലിവറി വീഡിയോസ് കാണിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ മാത്രമേ വ്യൂസ് ഉള്ളൂ. അപ്പോൾ സീരിയലിൽ കാണാൻ പരമാ ഇപ്പോൾ ആരെ കാണണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ആരെ കാണണോ എനിക്കറിയില്ല, ഒരു പിടിയില്ല. എന്ന് വെച്ചാൽ ഇത്രയ്ക്കും എന്താ വ്യൂവർഷിപ്പ് തല്ലിപ്പൊളിയായിട്ടുള്ള വ്യൂവർഷിപ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ വേറെ സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ചാനലുകൾക്ക് ഇത്രയധികം ബൂസ്റ്റ് കിട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്തിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ വ്ലോഗ് ചാനലുകൾക്കും വ്യൂസ് ഉണ്ട്, ടെക് ചാനൽസും വ്യൂസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ആയിട്ടൊക്കെ പോകുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചു കാലം മുമ്പ് തന്നെ ഇതുപോലെ എനിക്ക് തോന്നുന്ന എന്തോ പ്രശ്നം വന്നപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ചാനലിൽ ഫൈനാൻസിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഫ്രോഡ് സംഭവത്തിലൊക്കെ പെട്ടിട്ട് ഇതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഹെൽപ്പും സംഭവമൊക്കെ ചെയ്താണ് എല്ലാം ചെയ്യാനും കേസ് കൊടുക്കാനും സംഭവത്തിലൊക്കെ. ലാസ്റ്റ് ആളൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാണ്ട് പിന്നെ ആൾ ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാഗ്രാം. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും വേറെ സഹായിക്കില്ല. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ആക്ച്വലി ഇതെന്റെ നമ്മുടെ ജോബും സംഭവമൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിത് ആക്ച്വലി ഒരു പാഷന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ടെക് IT ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചതും 2 ഡിഗ്രി സംഭവമൊക്കെ ഇതിൽ തന്നെയാണ്. അതായത് ടെക്കും അതുപോലെ തന്നെ ഫൈനാൻസും സംഭവമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. നമുക്ക് ഞാൻ 2 ചാനലിലും ഫൈനാൻസ് ആണ് ചെയ്യുന്നത്. ഒരു ചാനലിൽ ഫൈനാൻസും ടെക്ക് ചെയ്യുന്നവരാണ്, ഒരു ചാനലിൽ ഫൈനാൻസ് മാത്രമേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പറയുന്ന ചാനലാണ് നമ്മൾ ന്യൂസും, അതിന് മെയിനായിട്ട് നമ്മൾ ഫൈനാൻസും ടെക് ന്യൂസൊക്കെ ചെയ്യുന്നത്. മൂവി ന്യൂസ് ഒന്നും അധികം ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ഇത് ഫുള്ളി എന്താ പറയാ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ കുറ്റം പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇങ്ങനത്തെ സാധനത്തിനൊക്കെയാണ് ഇവിടെ എന്താ പറയാ ഡിമാൻഡ്. അതങ്ങനെ സത്യം പറയാനുള്ളൂ. ഇപ്പൊ ഇത് എന്താ പറയാ, നമ്മുടെ കുറെ ന്യൂസ് ചാനലുകളൊക്കെ ഇട്ട് നാറ്റിച്ചിട്ടുണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ. ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ കാരണം നല്ല പേരാവും എല്ലാവർക്കും. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പണ്ടത്തെ നമുക്ക് അറിയായിരിക്കും, ആരാണ് കേസ് പെട്ടത് വണ്ടി പിടിച്ചിട്ടൊക്കെ. അത് പിന്നെ പോട്ടെ, അത് പിന്നെ സ്റ്റിക്കർ ചെയ്യുന്നു വാങ്ങിക്കാന്ന് വിചാരിക്കാം. അത് പിന്നെ ഇവരുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാരുടെ തട്ടിപ്പ് കച്ചവടത്തെ പരിപാടിയെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട സംഭവം തന്നെയാണ്. ഇതുപോലത്തെ തനി എന്താ പറയാ, ഇതിനൊക്കെ എന്താ പറയാ, ടാറ്റാ സഫാരിയിലത്തെ ബാക്ക് സീറ്റൊക്കെ ഊരിയിട്ട് അതില് എന്താ പറയാ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് വണ്ടി ഓടിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഇത് അപകടം പിടിച്ച സംഭവം തന്നെയാന്ന് വെച്ചാൽ വെള്ളം അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. വെള്ളം ഫ്രണ്ടിലോട്ട് വന്നിട്ട് എഞ്ചിൻ സൈഡിലേക്ക് പോകുമ്പോൾ അവരാകെ പണി കിട്ടിട്ട് പിന്നെ റോഡ് സൈഡിൽ വെച്ചിട്ട് വെള്ളം പുറത്തേക്ക് വിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു മൂവ് തന്നെയാണ് ശരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ അഭിപ്രായം കാണിച്ചാൽ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെടും, പ്രത്യേകിച്ച് 2 വീലറിലൊക്കെ പോകുമ്പോൾ. അപ്പൊ അത് നല്ല മൂവ് തന്നെയാണ്. എന്തായാലും ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന ന്യൂസും സംഭവമൊക്കെ ആണല്ലോ. അപ്പൊ ഇത് ഒരു മെയിൻ ആയിട്ട് വന്നേക്കാൻ ന്യൂസാണ്. ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ശരിക്കും ഇത് വെക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയിക്കണ്ടേ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളതിൽ
ഫിനാൻസും അതുപോലെ തന്നെ ടെക്നോളജി സംഭവമൊക്കെ നമ്മൾ ചെയ്യുന്ന ഗാഡ്ജറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവം തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും ഫിനാൻസ് കാശില്ലാണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ന്യൂസ് ചാനൽ നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.